തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ. ജമാഅത്തെ ഇസ്ലാമി യുഡിഎഫിനൊപ്പമായത് ഇടതു മുന്നേറ്റമുണ്ടാക്കിയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തു. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി മത്സരിച്ചത് ഇടതു വോട്ടുകൾ ഒന്നിപ്പിച്ച് നിർത്തിയെന്നാണ് വിലയിരുത്തൽ. ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമായി മാറ്റണമെന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. യുഡിഎഫിന്റെ തെറ്റായ പ്രചാരണങ്ങൾ പുറത്തെത്തിക്കാൻ സാധിച്ചുവെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറയുന്നു. കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനാണ് UDF ശ്രമിച്ചത്. പലതരം വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത്. അവയെ ജനങ്ങൾ തള്ളുന്ന നിലയാണ് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ കണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകളും വലതുപക്ഷം കാണിക്കുന്ന തെറ്റായ സമീപനങ്ങളും തുറന്നു കാട്ടിക്കൊണ്ടാണ് LDF തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഉയർത്തിക്കാണിക്കാനും അതിനെതിരായി രൂപം കൊണ്ട വർഗീയ കൂട്ടുകെട്ടുകളെ തുറന്നു കാണിക്കാൻ ആ മണ്ഡലത്തിൽ നല്ലതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. ഇപ്പോൾ പോളിംഗ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള വിജയം ഉറപ്പാക്കാനാവുന്നു എന്നുള്ളതാണ് വസ്തുത. വിവരങ്ങളൊക്കെ സ്റ്റെഫിൻ നൽകും. സ്റ്റെഫിൻ, 3 മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. LDF ആ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നത് എങ്ങനെയാണ്? സെക്രട്ടേറിയറ്റിൽ ചർച്ചയായ കാര്യങ്ങൾ. ഹിമ, ഇന്ന് ബൂത്ത് തലത്തിലെ കണക്കുകൾ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചിരുന്നു. അതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു വിജയപ്രതീക്ഷ തന്നെ നിലമ്പൂരിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പങ്കുവയ്ക്കുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നു. പ്രധാനമായും PV അൻവർ അവിടെ യാതൊരു ഫാക്ടറും ആയിരുന്നില്ല, അല്ലെങ്കിൽ ആ CPM-ന്റെ വോട്ടുകളെ അത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ M സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഒരു രാഷ്ട്രീയമായ പോരാട്ടത്തിലേക്ക് പോയി. ഒപ്പം തന്നെ സംഘടനാപരമായി CPM-ന് ഒരുപാട് മുന്നേറാൻ അതോടുകൂടി കഴിഞ്ഞു എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം CPM-ന് ഒരു മികച്ച ആത്മവിശ്വാസം നൽകുന്ന ഘടകമായി മാറി. ഒപ്പം തന്നെ കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥിത്വം മുതൽ ഇങ്ങോട്ട് ഇന്നലെ വരെ നടന്നിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അതെല്ലാം തന്നെ കോൺഗ്രസിന് തിരിച്ചടിയാകുന്നുണ്ട്. അത് നേട്ടമാകുന്നത് LDF-നാണ്, CPM-നാണ് എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഏതായാലും ഈ വിലയിരുത്തലുകളെല്ലാം ഉണ്ടെങ്കിലും ശരി, എന്തായാലും വിലയിരുത്തലുകളുടെ ഒക്കെ ഫലം നമുക്ക് 23-ന് അറിയാം.